മന്ത്രി അനിൽകുമാറിന്റെ മകന്റെ കല്യാണമായിരുന്നു ഇന്ന്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന് ജനങ്ങൾ കൊടുത്ത വരവേൽപ്പും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ആൾക്കാരോടായിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളി. എല്ലാവരും കമന്റ് ബോക്സ് പിന്നെ അറിയാമല്ലോ, 10 വർഷം കൊണ്ട് ഞങ്ങൾ കാണാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. വരുന്നവർക്ക് എല്ലാവർക്കും കൈയും അതും ഇതും കെട്ടിപ്പിടിക്കുന്നത്, ചിലവർ തൊട്ടുകൊഴുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആ കല്യാണത്തിന് രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തിട്ടുണ്ട്. വേണ്ട, ഇപ്പൊ രാഹുലിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വെച്ച് തന്നത് തന്നെ. അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇൻസ്റ്റയില രാഹുലിന് സപ്പോർട്ട്, യൂട്യൂബിൽ രാഹുലിന് സപ്പോർട്ട്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലാന്ന് തോന്നുന്നു കുറെ എണ്ണം വളച്ചൊടിച്ച് കുറെ രീതിയിലൊക്കെ നെഗറ്റീവ് അടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ റിനി എന്ന് പറഞ്ഞ ഒരു കാട്ടിക്കൂട്ടി തോന്നിയവാസങ്ങളാണ് ഇവിടെ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് തോന്നുന്നുണ്ട്. ഇല്ലില്ല, രാവിലെ എനിക്ക് ഭയങ്കര വ്യൂ കുറവായിരുന്നു ഈ രാഹുൽ വിഷയത്തിലാണ്. അത് കാണാത്തവർക്ക് ഞാനൊരു പോർഷൻ ചെറുതായിട്ട് പിന്നെ ഒന്ന് വെച്ച് തരാം. അത് വേറെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ചെറിയൊരു ഇൻറ്റ് മാത്രം വെച്ച് തരാം. ഓക്കെ, ഇന്നത്തെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട, എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് പോകണം. പാലക്കാട് MLA പിഷാരടി. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. ലൈക്ക്, ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ഇടണം. രാഹുലിനെയും പിഷാരടിയെയും വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും ലൈക്ക് ഇടണം. ഈ ഒരു വീഡിയോയിൽ എനിക്കിന്ന് ലൈക്കിൻ്റെ എണ്ണം ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ പിന്നെ നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ സബ് ചെയ്തവരൊന്നും സബ് ചെയ്തേക്കുക. സബ് നമുക്ക് കിട്ടുന്നില്ല, ഈ പൊളിറ്റിക്സ് ചെയ്യുന്നതുകൊണ്ട് സബ് നമുക്ക് കുറവാണ് സത്യത്തിൽ. നിങ്ങൾ അതുകൊണ്ട് സബ് ചെയ്യുക. കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ നോക്കുമ്പോൾ ഇവന്മാരെ വീഡിയോ എടുത്തിട്ട് കൊക്കോ കോഴി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള BGM ഇട്ടിട്ട് വലിയ രീതിയിൽ രാഹുലിനെ കളിയാക്കുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും ജനങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോയില്ല, രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ഇടാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ആ ഒരു ലൈക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് കറക്റ്റ് ഇപ്പോൾ അത് ഞാൻ നോക്കി 23,000 കണ്ടുള്ള ലൈക്ക് ആയിട്ടുണ്ട്. 23,000 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് ബാക്കി കൂടെ വെക്കാം. ഇനി അടുത്ത സതീശൻ സാറിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളിയുടെ എൻട്രി ഒക്കെ കണ്ടില്ല. എല്ലാവരോടും ആ പോലീസുകാരോടൊക്കെയാണ് മാറാൻ പറഞ്ഞത്. കാരണം ജനങ്ങളെ കാണണം, തൊഴണം. സത്യം പറയല്ലോ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എന്താ പറയണ്ടത്, നമ്മളെ അടുത്ത് നിൽക്കുന്ന ഒരാൾ, നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്ന എല്ലാ രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. മറ്റേതാണെങ്കിൽ എത്ര എസ്കോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എൻ്റെ പൊന്നോ, എന്തൊക്കെയാണ് കാണുന്നത്. ഇപ്പൊ പിന്നെ ഒരു കാര്യം പറയാം, ചിലവരൊക്കെ പറയുന്നുണ്ട് ഇത് ഓവറാണെന്ന്. എടേ, സ്നേഹിച്ചാൽ കുറ്റം, സ്നേഹിച്ചില്ലെങ്കിൽ കുറ്റം. എന്തിനെങ്ങനെ വളച്ചൊടിക്കാൻ നിൽക്കുന്നത്? അത് ഇറക്കുന്നത് ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് പാർട്ടിക്കാരാണ് എങ്ങനെയാണ്. കാരണം അവന്മാരുടെ അണ്ണൻ ഇതുപോലുള്ള പരിപാടികളൊന്നും കാണിച്ചില്ല. നട്ടിലുള്ള ആണുങ്ങൾ ജനങ്ങളെ സ്നേഹിച്ചു തുടങ്ങി. പെട്ടെന്ന് ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുന്നത്? ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവാൻ വേണ്ടിയൊക്കെയാണ് അല്ലേ? നല്ലൊരു നേതാവ്, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കയറി വന്നാൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ. നല്ലത് കണ്ടാൽ നല്ലത് പറയണം. നട്ടിലുള്ള ആണുങ്ങൾ അങ്ങനെയാണ്. സോഷ്യൽ മീഡിയ ഇങ്ങനെ തൂക്കിയെന്ന് പറയാം. ഞാൻ വേറൊരു വീഡിയോ ഞാൻ വെച്ചുതരാം. കടക്ക് പുറത്തെന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിൽക്കുന്നു വെച്ചുതരാവേ. കടക്ക് പുറത്ത് എന്ന് പറയാൻ അറിയാത്ത നമ്മുടെ മുഖ്യമന്ത്രി, ആ അമ്മ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും നിൽക്കുകൂടെ? ഒന്നാമത്തെ കാര്യം, നല്ല ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. സാറിന് ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, നല്ല മുഖ്യമന്ത്രിയാണെന്ന്.
എടാ ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ ഒരു പാർട്ടിക്കാരെന്ന് പറഞ്ഞ ഒരു 30% മാത്രം ആൾക്കാരെ എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ 30-40 കൂട്ടിക്കോ, ബാക്കി 60% ജനങ്ങളാണ്. അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ വേറെ ലെവലായിരിക്കും. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടായിരിക്കാം അടുത്ത വട്ടം ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നത്. VD സതീശനെ ഞങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന പാർട്ടിയുടെ ഭരണത്തിൽ വരണം, ആ ഒരു മൈൻഡ് വെച്ച് പോകുന്ന ഒരു രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സത്യസന്ധമായിട്ട് എടുത്ത് പറഞ്ഞല്ല. മീഡിയക്കാർ മൊത്തം പുള്ളിയുടെ കൂടാ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി, കുഞ്ചാക്കോമാൻ സെറ്റും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മന്ത്രിയുടെ ഓട്ടവും കാര്യങ്ങളൊക്കെ. ഓ കൊള്ളാം. എനിക്ക് പുള്ളിയെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാഹുലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയുന്ന നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു, ആ റിനിയെ കൂട്ടുപിടിക്കുമ്പോഴൊക്കെ. പക്ഷേ ഇപ്പം എന്താ പറയണ്ടേ, കേരളത്തിലെ ജനങ്ങൾ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും. ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുമ്പോഴേ രാഹുലിനെ എടുത്താൽ മതി, വേറെ ഒന്നും ഇല്ല. പിന്നെ ഈ ഒരു വ്യക്തിയെ ഇപ്പൊ നമ്മളും ഞാൻ സത്യം ഇഷ്ടപ്പെട്ടതാണ് സത്യം പറഞ്ഞാലോ. അപ്പൊ എനിക്ക് ഭയങ്കര കാര്യമാണ് പുള്ളിനെ. മമ്മൂക്ക ഇടുന്നതിൻ്റെ നോക്കട്ടെ. ഓ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ ഗൈസ്, അതൊന്ന് കുറച്ചിട്ട് നമുക്ക്. ഓക്കെ, ഓ അടിപൊളി അടിപൊളി. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി മമ്മൂക്കയുടെ സ്പീച്ച് ഒന്ന് നോക്കാം. 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചു. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ അവരുടെ ചുമരിൽ എത്തിയിരിക്കുന്നു. മഹാരാജാസ് കോളേജിലെ SFA-കാരനാണ്, പഴയ SFA-കാരനാണ് ഈ സംസാരിക്കുന്നത്. അവരെല്ലാരും അടുത്ത് പോയ ഈ ഭരണം 10 വർഷം ഭരിച്ച് മുടിപ്പിച്ചത്. അതാ വയനാട് മമ്മൂട്ടി ആ വീട് കാണാൻ പോയപ്പോൾ പാർട്ടിക്കാരടുത്ത് നിന്നപ്പോൾ മമ്മൂട്ടി കയറി ചൂടായതിൻ്റെ ഒക്കെ കാര്യങ്ങൾ അതൊക്കെ തന്നെ വന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മന്ത്രിമാരെ നിയന്ത്രിക്കുകയും മന്ത്രിമാരെ നേതൃത്വം വഹിക്കുകയും ചെയ്യേണ്ട ചുമതലയാണ്. ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും ചുമതല ഇനി മുഖ്യമന്ത്രിക്കാണ്. ഇത് വളരെ നീതിപൂർവം നിർവഹിക്കേണ്ട വരും കാലങ്ങളിലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയും ഇതിനോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹപൂർവം നീതിപൂർവം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊച്ചി പൗരാവലിയുടെ ഈ സ്വീകരണത്തിൽ, അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, മമ്മൂട്ടിയുടെ നന്ദിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ വീഡിയോ ഞാൻ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അതായത് അതിജീവിത എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു വ്യക്തി ഉണ്ടല്ലോ. ആദ്യത്തെ 2-3 കേസ് കേട്ടുള്ള രാഹുലിൻ്റെ 1-2-3 കേസ് കേട്ടാൽ അറിയാലോ. ആദ്യത്തെ അതിജീവിത വീണ്ടും കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൈബർ അറ്റാക്ക് പുള്ളിക്ക്. ഞാനൊന്ന് വെക്കാം. മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകി രാഹുൽ മാങ്കുടലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിത മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദീപ ജോസഫ് വ്യക്തിഹത്യ നടത്തുന്നു. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും കത്തിൽ അതിജീവിത പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകിയത്. വൈകാരിക പരാമർശങ്ങളോടെയാണ് കത്ത്. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും അതിജീവിത കത്തിൽ പറയുന്നു. അല്ല, ഇവിടെ എങ്ങനെ, അതാ ഞാൻ ചോദിക്കുന്നത്. ഇവരുടെ പേരോ കാര്യങ്ങളോ ആരെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തോ, ഇവരുടെ ഫോട്ടോസുകളോ ആരെങ്കിലും കണ്ടോ? പിന്നെ എങ്ങനെയാണ്
നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരിക്കും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. അതറിഞ്ഞിട്ടില്ല. വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ പരാതിയൊക്കെ കൊടുത്ത് വെറുതെ ഒരു കാര്യമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല, ഒരു ഇതുമില്ല. ചുമ്മാ കിടന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നത് കഷ്ടം. ിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദീപ ജോസഫ് തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളാണ് നടത്തുന്നത്. ട്രോമയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന തന്നെ ദീപ ജോസഫ് നിരന്തരം വേട്ടയാടുന്നുവെന്നും കത്തിൽ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. ദീപ ജോസഫ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് നടത്തിയ പരാമർശങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. അതിജീവിത നൽകിയ പരാതിയിൽ ദീപ ജോസഫിനെതിരെ എടുത്ത എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം കടുത്ത വിമർശനങ്ങളോടെ സുപ്രീം കോടതി തള്ളിയിരുന്നു. 24 ഡൽഹി. ഓക്കെ, അപ്പൊ ദീപ എന്തിനാ വന്നിട്ട് തകർക്കുമായിരുന്നു. ഈ പറയുന്ന കൈരളി ചാനലിലേക്ക് മുമ്പിൽ കിടന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി കുറെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറെ അതിജീവിതമാര് വന്നിരിക്കുന്നു. സത്യം പറയാലോ, ദീപയുടെ കാര്യം നോക്കുന്നു. ഇവറ്റകൾക്കൊക്കെ വേണ്ടി ഇവറ്റകളെ എല്ലാവരും ആട്ടും, പച്ചയ്ക്ക് ആട്ടുകയാണ്. കാരണം അതുപോലത്തെ കള്ളങ്ങൾ കാണിച്ച പിന്നെ എന്ത് ചെയ്യാനാ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ രാഹുലിനെ ഇങ്ങനെ വേട്ടയാടാൻ തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. എന്തായാലും കേസ് കാര്യങ്ങളൊക്കെ ഉടനെ തീർപ്പാകുമ്പോൾ രാഹുൽ തിരിച്ച് കോൺഗ്രസിലോട്ട് തന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്. ലൈക്ക് ഇടാൻ മറക്കല്ലേ. ബൈ ബൈ.